മഹാകുംഭമേളയുടെ പുണ്യം അനുഭവിച്ചറിയാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രയാഗ്രാജിലെത്തും. ജനുവരി 27, അതായത് നാളെയാണ് അദ്ദേഹം എത്തുന്നത്. അമിത്ഷാ ഒരു ദിവസത്തെ സന്ദർശനമാണ് നടത്തുന്നത്. തിങ്കളാഴ്ച രാവിലെ 11:25 ഷാ പ്രയാഗ്രാജിലെത്തും. തുടർന്ന് ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്യും. തുടർന്ന് ബാഡെ ഹനുമാൻജി ക്ഷേത്രവും അഭേവത്തും സന്ദർശിക്കും. അവിടെ നിന്ന് ജുന അഖാരയിലേക്ക് പോകും. അവിടെ അദ്ദേഹം മഹാരാജിനെയും അതുപോലെ തന്നെ അഖാരയിലെ മറ്റ് സന്യാസിമാരെയും ഒക്കെ കാണുകയും അവരോടൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുകയും ചെയ്യും. ആഭ്യന്തരമന്ത്രി വൈകിട്ട് പ്രയാഗ്രാജിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുമെന്നാണ് വിവരം ലഭ്യമാകുന്നതും. ഫെബ്രുവരി 1 ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും മേളയിൽ പങ്കെടുക്കും. ഫെബ്രുവരി 10 രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രയാഗ്രാജ് സന്ദർശിക്കും. VVIPകൾക്ക് സുഗമമായും സുരക്ഷിതവുമായ സന്ദർശനം ഉറപ്പാക്കാൻ സുരക്ഷ ശക്തമാക്കുകയും ചെയ്യും. അതേസമയം മഹാകുംഭമേളയുടെ പുണ്യം അനുഭവിച്ചറിയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രയാഗ്രാജിൽ എത്തുമെന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അടുത്ത മാസം ഫെബ്രുവരി 5 അദ്ദേഹം പ്രയാഗ്രാജിലെത്തുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രധാനമന്ത്രിയെ കൂടാതെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഫെബ്രുവരി 10 ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഫെബ്രുവരി 1 സന്ദർശനം നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ സന്ദർശനം കണക്കിലെടുത്ത് പ്രയാഗ്രാജിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് നടക്കുന്നത്. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനായി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിവിധ ഇടങ്ങളിലായി വിന്യസിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. അതേസമയം ഫെബ്രുവരി 1 പ്രയാഗ്രാജിലെത്തുന്ന ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്യും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രത്യേക പരിപാടികളും പ്രയാഗ്രാജിൽ ഒരുക്കിയിട്ടുണ്ട്. അതേസമയം ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടന്നുകൊണ്ടിരിക്കുന്ന മഹാകുംഭമേള സംബന്ധിച്ച് ഇത് സമത്വത്തിന്റെയും ഐക്യത്തിന്റെയും അസാധാരണമായ സംഗമമാണ് എന്ന് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞിരുന്നു. പ്രയാഗ്രാജിൽ 2025 മഹാകുംഭമേളയ്ക്ക് തുടക്കം കുറിക്കുന്ന വേളയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഏവർക്കും ആശംസകൾ നേർന്നു. ഭാരത മൂല്യങ്ങളും സംസ്കാരത്തിന്റെയും വിലമതിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഇത് ഏറെ സവിശേഷമായ ദിനമാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്തു. ഇന്ത്യയുടെ കാലാതീതമായ ആത്മീയ പൈതൃകത്തെ പ്രതിനിധാനം ചെയ്യുന്ന മഹാകുംഭമേള വിശ്വാസത്തിന്റെയും ഐക്യത്തിന്റെയും ആഘോഷമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പ്രയാഗ്രാജിൽ 2025 മഹാകുംഭമേളയ്ക്ക് തുടക്കം കുറിക്കുന്ന വേളയിൽ പ്രധാനമന്ത്രി എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ടായിരുന്നു ഇക്കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയതും. ഭാരത മൂല്യങ്ങളെയും സംസ്കാരത്തെയും വിലമതിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഇത് ഏറെ സവിശേഷമായ ദിനമാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ കാലാതീതമായ ആത്മീയ പൈതൃകത്തെ പ്രതിനിധാനം ചെയ്യുന്ന മഹാകുംഭമേള വിശ്വാസത്തെയും ഐക്യത്തെയും ആഘോഷമാക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഭാരതീയ മൂല്യങ്ങളും സംസ്കാരവും കാത്തുസൂക്ഷിക്കുന്ന വിലമതിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഏറെ സവിശേഷമായ ദിനം. വിശ്വാസം, ഭക്തി, സംസ്കാരം എന്നിവയുടെ ഒക്കെ തന്നെ പവിത്രമായ സംഗമത്തിൽ അസംഖ്യം ജനങ്ങളെ ഒന്നിച്ചു കൊണ്ടുവരുന്ന മഹാകുംഭമേള 2025 പ്രയാഗ്രാജിൽ തുടക്കമാവുകയാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ കാലാതീതമായ ആത്മീയ പൈതൃകത്തെ പ്രതിനിധാനം ചെയ്യുന്ന മഹാകുംഭമേള വിശ്വാസത്തെയും ഐക്യത്തെയും ആഘോഷമാക്കുന്നു. മഹാകുംഭമേള ഇപ്പോൾ 14ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ പ്രയാഗ്രാജിലേക്ക് ഇതുവരെ എത്തിയിരിക്കുന്നത് 10 കോടിയിലേറെ തീർത്ഥാടകരാണ്. ത്രിവേണി സംഗമത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അസാധാരണമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്നലെ പ്രയാഗ്രാജിൽ എത്തിയിരുന്നു. നീണ്ടകാലത്തെ ഇടവേളയ്ക്ക് ശേഷം ശാങ്കേരി പീഠം മഠാധിപതിയായ വിധു ശേഖർ ഭാരതി മഹാരാജ് ഇന്നലെ പ്രയാഗ്രാജിലെത്തിയിരുന്നു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പരമ്പരാഗത രീതിയിൽ മഠാധിപതിയെ സ്വീകരിക്കുകയും ചെയ്തു. അടുത്ത 5 ദിവസങ്ങളിൽ അദ്ദേഹം പ്രയാഗ്രാജിൽ തന്നെ തങ്ങും. കല്യാൺ സേവാ ആശ്രമത്തിലെ സ്വാമി ബാബ കല്യാൺ ദാസ് മഹാരാജ്മയും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. അതേപോലെ തന്നെ റിപ്പബ്ലിക് ദിന പരിപാടികൾ മുൻനിർത്തിക്കൊണ്ട് സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫെബ്രുവരി 5 പ്രയാഗ്രാജിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതിന്റെ ഒരുക്കങ്ങൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥ മേധാവികളുമായി ഉന്നതതല ചർച്ചകൾ നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.